T20 ലോകകപ്പ് സൂപ്പർ 8 ഘട്ടത്തിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയൊരു രണ്ട് വെല്ലുവിളികൾ ഇനി കാത്തിരിക്കുന്നുണ്ട്. സിംബാബ്വേക്കെതിരെയുള്ള മത്സരവും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരവും. ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേക്കെതിരെ വലിയ മാർജിനിൽ വിജയിച്ചതോട് കൂടിയിട്ട് ഇന്ത്യയുടെ നില ഒരല്പം പരുങ്ങലിലായിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമായിട്ട് പറയേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആണ് ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തുള്ളത്, +5 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കക്ക് +3 ഉണ്ട്, ഇന്ത്യനെ സംബന്ധിച്ച് -3 ആണ്. ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിംബാബ്വേക്കെതിരെയുള്ള മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് അവരുടെ ഓഫ് സ്പിന്നർ ആയിട്ടുള്ള റോസ്റ്റൻ ചേസിനെ കളിപ്പിച്ചിരുന്നില്ല. അപ്പൊ അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു തന്ത്രമായിട്ട് അദ്ദേഹത്തെ എടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നതാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഷായ് ഹോപ്പിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത്, അതായത് ഇന്ത്യക്കെതിരെയുള്ള ടീം കോമ്പിനേഷനെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അത്. ടോസ് ഇടുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ പ്ലേയിങ് 11 എങ്ങനെയാണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാൻ സാധിക്കും. സിംബാബ്വേക്കെതിരെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിക്കന്ദർ റാസ നമുക്കറിയാം, ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ഓവർ പന്തെറിഞ്ഞ താരമാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഓഫ് സ്പിന്നർമാരെ ഇപ്പോൾ പാകിസ്ഥാൻ തുടങ്ങി വെച്ച ഒരു തന്ത്രം ഇന്ത്യക്കെതിരെ ഓഫ് സ്പിന്നറെ ആദ്യ ഓവറിൽ എറിയിക്കുക എന്നുള്ള ഒരു തന്ത്രം നെതർലാൻഡും അത് ആവർത്തിച്ചു, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക അത് ആവർത്തിച്ചു. മൂന്നിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഓപ്പണറെ ഡക്കാക്കിയിട്ട് പുറത്താക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ലോകകപ്പിൽ ഇതുപോലെ ഇത്രയും അധികം ഓഫ് സ്പിന്നർമാരെ നേരിടേണ്ടി വന്ന വേറൊരു ടീമും ഇല്ല. അതുപോലെ തന്നെ ഓഫ് സ്പിന്നർമാർക്കെതിരെ പെർഫോമൻസ് മോശമാവുന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഇന്ത്യയുടെ അടുത്ത സാധ്യതകൾ? ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ സെമി ഫൈനൽ എന്ന് പറയുന്നത് നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ട്. അതെ, അത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. സ്വന്തം നാട്ടില് നടന്നൊരു ലോകകപ്പിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് ഇന്ത്യൻ ടീമിന് അതായത് പല തീരുമാനങ്ങളും പിഴച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ രാജ്യം ഇതുവരെ T20 ലോകകപ്പ് നേടിയിട്ടില്ല, വേണമെങ്കിൽ അത് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ഈ ലോകകപ്പിലേക്ക് മുമ്പിൽ നമ്മൾ ജയത്രയാത്ര വല്ലാത്തൊരു ഇതായിരുന്നു. ഏത് ടീമിനായാലും T20 ഇന്ത്യക്ക് പിന്നെ ഒരു എതിരാളികളില്ലാത്ത രീതിയിൽ മെയിൻ വലിയ ടീമിനോടൊക്കെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വന്നത്. അത് ഏത് ടൂർണമെന്റിലായാലും എങ്ങനെയായാലും അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് നമുക്ക് അന്നേരം തന്നെ ഈ പരമ്പരയിൽ ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് പല പ്രശ്നങ്ങളുണ്ടെന്ന്. ബാറ്റിങ്ങിലെ ഇത് പോരായ്മകളെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ആ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നതും. ഇനി ഇന്ത്യക്ക് നേരിടാനുള്ളത് സിംബാബ്വേയും വിൻഡീസുമാണ്. ഒരു ഏകദിന ഫോർമാറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും കുഞ്ഞൻ ടീമുകളാണ്, ഇന്ത്യക്ക് ജയം ഉറപ്പാണെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ T20 വരുമ്പോൾ വിൻഡീസിന് നമുക്ക് ഭയന്നേ പറ്റൂ. അത് വലിയൊരു ചോദ്യചിഹ്നമാണ് നിൽക്കുന്നത്, വിൻഡീസിന് മറികടക്കാൻ പറ്റുമെന്ന്. അതിനേക്കാൾ ഇപ്പോൾ നമ്മൾ ഭയക്കേണ്ടത് സിംബാബ്വെ തന്നെയാണ്. കാരണം സിംബാബ്വെ ഈ ടൂർണമെന്റിൽ കളിച്ച രീതി, ഇന്നലെ അവർ വിൻഡീസിനോട് പരാജയപ്പെട്ടപ്പോൾ 150 റൺസ് അടിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. വലിയ സ്കോറല്ല, 100 റണ്ണിന് മുകളിൽ തോറ്റിട്ടുണ്ട്. എങ്കിൽ കൂടി ഇന്ത്യയും സിംബാബ്വേയും കളിക്കേണ്ടത് ചെന്നൈയിലാണ്, ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ്. അത് സ്പിന്നിൽ തുടക്കുന്ന പിച്ചാണ്. സൈഫ് ഇപ്പോൾ ആദ്യം പറയുമ്പോൾ തന്നെ ഇന്ത്യ സ്പിന്നിനെതിരെ ഈ ടൂർണമെന്റിൽ പതറിയ ഒരു ടീമാണെന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഇന്ത്യക്ക് താഴെ നേപ്പാളും വേറെ ഏതൊരു ടീം മാത്രമേ ഉള്ളൂ, ഒമാനും. നമീബിയ ഉൾപ്പെടെ ഇന്ത്യക്ക് മുന്നിലുള്ള റൺ റേറ്റിൽ സ്പിന്നെ, അതായത് ഓഫ് സ്പിന്നർ ഉള്ളത്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഓഫ് സ്പിന്നറെ അല്ലാണ്ട് കുഴഞ്ഞു പോകുന്നൊരു ടീമാണെന്ന് എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പം വരുമ്പോൾ നമുക്ക് സിംബാബ്വേയിലെ സ്പിന്നർമാർ സിക്കന്ദർ റാസിനെ പോലുള്ള താരങ്ങൾ ഇനി പന്തെടുക്കുമ്പോൾ അവർക്ക് ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ ഒരു ആനുകൂല്യം, സ്പിന്നർമാർക്ക് ആനുകൂല്യം ലഭിക്കും. ആ ആനുകൂല്യം മുതലാക്കാനായാൽ സിംബാബ്വെ എന്നൊരു ഒരു കടമ്പ കൂടി ഇന്ത്യ കടക്കുമെന്ന സംശയം ബാക്കിയുണ്ട്. അത് ഒന്ന് ഇന്ത്യയുടെ പെർഫോമൻസിലെ സംശയം വരുന്നത്. ഇനി അങ്ങനെ കടന്നാൽ തന്നെ പിന്നെ അടുത്ത മത്സരത്തിലും ഈ വലിയ വിജയങ്ങൾ വന്ന് ഇന്ത്യക്ക് വേണം. ആദ്യം പറഞ്ഞ റൺ റേറ്റ് കാര്യം +5 +3 ഉള്ളത്. അപ്പോൾ ആ രണ്ട് ടീമിനും സാധ്യതകൾ കുറച്ചും കൂടി സജീവമാണ്. ഇന്ത്യക്ക് സിംബാബ്വേനെ പോലെ തന്നെ സിംബാബ്വെ തോറ്റു, ഇന്ത്യയും തോറ്റു, രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കുന്നത്. അപ്പം അതിൽ ഇനി എങ്ങനെ മറികടക്കാൻ വേണ്ടി വരും? ഇന്നലെ സിംബാബ്വെ, അത് ഏറ്റവും വലിയ കാര്യം മത്സരശേഷം സിംബാബ്വേയുടെ നായകൻ പറഞ്ഞത്, നമ്മൾ ചില പാഠങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്, അത് ഇന്ത്യക്ക് എത്തുമ്പോഴേക്കും നമുക്ക് അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അവർ പാഠം പഠിച്ചു പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് തന്നെ ആയാലും അവരും ഇന്ത്യ കരുതിയിരിക്കണം. ഇന്ത്യ മറികടക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ടൊന്നും കാണില്ല. ഓസ്ട്രേലിയ വീഴ്ത്തിയ ടീമാണ്. അവർക്ക് ഇന്ത്യ വലിയൊരു മലയായിട്ടൊന്നും അവർ കാണുന്നില്ല. നിലവിൽ ഇന്ത്യൻ ടീമിനെ അവർക്ക് കൊടുക്കാൻ എളുപ്പമാണ്. കാരണം തന്ത്രം ഇപ്പോൾ പറഞ്ഞുണ്ട്, ഒരു ഓവർ നമ്മൾ പോട്ടെന്ന് കരുതി 19 ഓവർ വെച്ച് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഭേദപ്പെട്ട ഇതിലേക്ക് മാറാൻ വേണ്ടി പറ്റും. പക്ഷേ എങ്കിൽ കൂടി ഓഫ് സ്പിന്നർമാർ നിരന്തരം വരുമ്പം ഈ T20 ഫോർമാറ്റിൽ അങ്ങനെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഓവറുകൾ ഒഴിവാക്കി വിടുക, താരത്തെ ഒഴിവാക്കി വിടുക നടക്കുന്ന കേസല്ല. അപ്പോൾ ഇന്ത്യക്ക് സാധ്യതകൾ വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും സെമി ഫൈനലിലേക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി വലിയ റൺ റേറ്റിൽ ജയിച്ച് മുന്നോട്ട് പോകാനായാൽ മാത്രം സെമി കളിക്കാം. ഇല്ലെങ്കിൽ അതേ രാജ്യത്തിന് മറ്റ് സെമിയും ഫൈനലും പുറത്തുനിന്ന് കാണാൻ വേണ്ടി പോയി. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ടീം കോമ്പിനേഷനിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് 8 ബാറ്റർമാരിൽ 6 പേരും
ഇടംകയ്യന്മാരാണ് എന്നുള്ളത് തന്നെയാണ്. 2 വലംകയ്യന്മാരാണ് ഉള്ളത്. അത് തന്നെയാണ് എതിരാളികൾ ഒരു തന്ത്രമാക്കിയിട്ട് മാറ്റുന്നത്. നമ്മളിപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഐഡൻ മർക്രത്തെ പോലുള്ള ഒരു പാർട്ട് ടൈം ബോളർ വന്നിട്ട് ഇന്ത്യക്കെതിരെ ഇഷാൻ കിഷനെ പോലുള്ള ഏറ്റവും ഫോമിലുള്ള ഒരു താരത്തിന്റെ വിക്കറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ട്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് അവരുടെ ടീമിലുള്ള ഏക ഒരു ഓഫ് സ്പിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് റോസ്റ്റൺ ചേസ് ആണ്. ഇപ്പോൾ സിംബാബ്വെക്കെതിരെ അവർ റോസ്റ്റൺ ചേസിനെ കളിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കെതിരെ എടുത്തു വെച്ചിരിക്കുന്നതാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഇപ്പോൾ സിംബാബ്വെക്കെതിരെ അഖിൽ ഹുസൈൻ അതുപോലെ തന്നെ മോട്ടിയൊക്കെ തന്നെ നല്ല രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ നല്ല ഒരു പെർഫോമൻസ് അവിടെ അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരുപാട് സ്പിൻ ഓപ്ഷനുകൾ വെസ്റ്റ് ഇൻഡീസ് ടീമിനുണ്ട് നിലവിൽ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ റോസ്റ്റൺ ചേസിന്റെ കാര്യം. ചേസിനെ അടുത്ത മത്സരത്തിൽ ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഐഡൻ മർക്രോക്ക് ഫസ്റ്റ് ഓവർ പന്തെറിയാൻ വരെ സൽമാൻ അലി ആകയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അധികം നമ്മൾ കണ്ടിട്ടില്ല അത്. പക്ഷെ ഇനി ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഓപ്പണിംഗിൽ 2 ഇടംകയ്യന്മാർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ തന്ത്രം സിംബാബ്വെ പറ്റും. അത് അതേ തന്ത്രം തന്നെ വെസ്റ്റ് ഇൻഡീസും പറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ സിംബാബ്വെയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിക്കന്ദർ റാസ അങ്ങനെ ബോളിംഗിൽ വലിയ മെച്ചപ്പെട്ട പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. മാത്രമല്ല സിംബാബ്വെക്കെതിരെ നല്ല രീതിയിൽ റണ്ണ് വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. 3 ഓവറിൽ 52 റണ്ണ് അല്ല ഇപ്പൊ വെസ്റ്റ് ഇൻഡീസിനെ നടന്ന മത്സരത്തിൽ 3 ഓവറിൽ 52 റണ്ണ് വഴങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിക്കന്ദർ റാസ അവരുടെ ക്യാപ്റ്റനാണ്. പക്ഷെ വേറൊരു തരത്തിലൊരു വലിയ പോരാളിയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം ഒരു ഇത് കളിച്ചിട്ട് വിമാനം കയറി വന്നിട്ട് PSL കളിച്ച് ഇവിടെ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് കളിക്കാനൊക്കെ വരെ തയ്യാറാകുന്ന അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു താരം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സിംബാബ്വെ ടീമിനെ സംബന്ധിച്ച് ഈ ലോകകപ്പിൽ നടത്തിയ പെർഫോമൻസ്. നമ്മൾ കെനിയൊക്കെ ലോകകപ്പിന്റെ സെമിയിലെത്തിയ ചരിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അവരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ടീം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയനെയും ശ്രീലങ്കനെയും പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ഓസ്ട്രേലിയ ശ്രീലങ്കയുള്ള ആതിഥേയരായിട്ടുള്ള ശ്രീലങ്കയും അതുപോലെ തന്നെ ഇത്രയും കരുത്തുള്ള ഓസ്ട്രേലിയയുള്ള ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായിട്ട് വരുന്ന ഒരു ടീമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഒരു തന്ത്രം സിക്കന്ദർ റാസയെ ഉപയോഗപ്പെടുത്തുക എന്നൊരു തന്ത്രം ബോളിംഗിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിന്റെ മുന്നിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മത്സരത്തിലെ ഈ ഓഫ് സ്പിന്നിനെതിരെയുള്ള ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമീബിയക്ക് വേണ്ടിയിട്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഇറാസ്മസ് 4 ഓവറിൽ 20 റണ്ണ് വഴങ്ങിയിട്ട് 4 വിക്കറ്റാണ് ഇന്ത്യയുടെ വീഴ്ത്തിയത്. അതുപോലെ തന്നെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇപ്പൊ സൽമാൻ അലിയുടെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ പാകിസ്ഥാന് വേണ്ടി ആ മത്സരത്തിൽ ഏറ്റവും നന്നായി പന്തെറിഞ്ഞത് സെയിം അയ്യൂബ് ആയിരുന്നു. സെയിം അയ്യൂബ് ഒരു ഓഫ് സ്പിന്നറാണ്. പിന്നെ ആര്യൻ ദത്ത് നമുക്കറിയാം 4 ഓവറിൽ 19 റണ്ണ് വഴങ്ങിയിട്ട് 2 വിക്കറ്റ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ആണെങ്കിലും തിലക് ആണെങ്കിലും ഇവർക്കെതിരെ ഒരു നമ്മുടെ ടീമിലുള്ള ഒരു വലങ്കയും ബാറ്റർ ആയിട്ടുള്ള സൂര്യകുമാർ യാദവിന് പോലും ഓഫ് സ്പിന്നിനെതിരെ അങ്ങനെ കാര്യമായിട്ട് ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് തിലക് വർമ്മയുടെ പെർഫോമൻസ് വളരെയധികം ഇന്ത്യക്ക് ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം നോക്ക് തിലകിനെ പോലുള്ള ഒരു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 118 ആണ് എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തിലക് ഒരു റൺ എടുത്തിട്ടാണ് പുറത്തായത്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീമിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഒരു മാറ്റം വരുന്നത് ആദ്യം നോക്കേണ്ടത്. ഈ പറഞ്ഞ പിന്നെ ഓഫ് സ്പിൻ കൂടുതൽ പ്രയോഗിക്കുന്നത് 2 ലെഫ്റ്റ് ഓപ്പണേഴ്സ് തന്നെയാണ്. അപ്പോൾ സഞ്ജു സാംസൺ ടീമിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്നലെ നമ്മുടെ ബാറ്റിംഗ് പരിശീലകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ചിന്തിക്കേണ്ടിയിരിക്കുന്ന രീതിയിലൊരു ടോക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം അഭിഷേകിനെ 1 ഡൗണിലേക്ക് മാറ്റി തിലകിനെ പുറത്തിരുത്തി സഞ്ജുവും അഭിഷേകിനല്ല ഇഷാനെ 1 ഡൗണിലേക്ക് മാറ്റി പിന്നെ അഭിഷേകും സഞ്ജുവും ഇറങ്ങുമോ എന്നൊരു സംശയം അവിടെ ബാക്കിയുണ്ടാകും. അങ്ങനെ വന്നാൽ ചെറിയൊരു മാറ്റം വരും. ഈ പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡറായ സൂര്യക്ക് ഓപ്ഷനെതിരെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്പിന്നിനെതിരെ സഞ്ജുവിന്റെ സമീപകാലത്ത് പ്രകടനം അത്ര നല്ലതല്ല. സ്പിന്ന് നന്നായി കളിച്ചുകൊണ്ടിരുന്ന താരമാണ്. പക്ഷെ സമീപകാലത്ത് അത്ര മികച്ച പ്രകടനം. പക്ഷെ എന്നാൽ പോലും ഇടംകയ്യന്മാർക്കെതിരെ ഓഫ് സ്പിന്ന് തന്ത്രം പ്രയോഗിക്കുന്നതിൽ നിന്ന് എതിരാളികൾ ഒരു അല്പം ഒരു ശ്രദ്ധിക്കുക എന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സഞ്ജുവിനെ സംബന്ധിച്ച് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മത്സരം കളിക്കണം. അപ്പോൾ നമ്മളിപ്പോ പറയുന്ന കഴിഞ്ഞ നമീബിയക്കെതിരെയുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ ഒരു ഓപ്പണിംഗ് താരങ്ങൾ ഒരു ബെറ്റർ പെർഫോമൻസ്, 2 പേരും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ബാക്കിയുള്ള 3 മത്സരങ്ങളിലും ആദ്യ ഓവറിൽ തന്നെ ഇവർ ആരെങ്കിലും ഒരാൾ പുറത്താകുന്ന സാഹചര്യം അല്ല. അതിൽ ആദ്യത്തെ മത്സരം ഓഫ് സ്പിന്നർ അല്ല. ഒരു നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ US-നെതിരെ പന്തെറിഞ്ഞത് അലീഷാനാണ് വിക്കറ്റ് വീഴ്ത്തിയത്. പക്ഷെ ഓഫ് സ്പിന്നർ അതല്ല. അതേസമയം ഈ നമീബിയയും ഈ ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പാകിസ്ഥാനാണ് ഇത് സൽമാൻ അലി ഫസ്റ്റ് ഓവർ എറിയും. പിന്നീട് അങ്ങോട്ട് എല്ലാ മത്സരത്തിലും ഇന്ത്യക്കെതിരെ ആദ്യ ഓവർ ഓഫ് സ്പിന്നർ എറിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഇനിയിപ്പോ സിംബാബ്വെക്കെതിരെ സിംബാബ്വെയുടെ ടീമിൽ പറയുകയാണെങ്കിൽ വേറെ
പാർട്ട് ടൈം ബോളിംഗ് ഓപ്ഷനുകളായിട്ട് ഒരുപാട് ഓഫ് സ്പിന്നർമാരുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അവരൊന്നും വലിയ രീതിയിൽ ഈ ടൂർണമെന്റിൽ പന്ത് എറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഐഡൻ മർക്കർ ആകെ ഒരൊറ്റ ഓവർ ഇന്ത്യക്കെതിരെ എറിയുന്ന നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഇനിയുള്ള ഒരൊറ്റ മത്സരം തോൽക്കാൻ പാടില്ല. അത് തന്നെയാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. അങ്ങനെ തോൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കും 4 പോയിന്റ് ആവും. പക്ഷെ അപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്വാഭാവികമായിട്ടും ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെയെ തോൽപ്പിക്കുകയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ 3 ടീമിന് 4 പോയിന്റ് ആവും. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് റൺ റേറ്റ് ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടിയായി മാറുക. അപ്പൊ അങ്ങനെ അത് നോക്കുമ്പോൾ ഈ ഇനിയുള്ള 2 മത്സരത്തിലും റിസ്ക്, ഒന്ന് തോൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല വലിയ വിജയം, വലിയ മാർജിനിലുള്ള വിജയങ്ങൾ നേടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ദക്ഷിണാഫ്രിക്കനെ സംബന്ധിച്ച് ഇപ്പോ ഈ എല്ലാ മത്സരങ്ങളും വിജയിച്ചു, ദക്ഷിണാഫ്രിക്ക എല്ലാ മത്സരങ്ങളും വിജയിച്ചു എന്ന് വിചാരിക്കും. സിംബാബ്വേക്കെതിരെയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും വിജയിച്ചു എന്ന് വരുന്നത്. അപ്പൊ ദക്ഷിണാഫ്രിക്കക്ക് 6 പോയിന്റ് ആവും. സ്വാഭാവികമായിട്ട് ഇന്ത്യക്കുള്ള മത്സരങ്ങൾ എന്ന് പറയുന്നത് സിംബാബ്വേക്കെതിരെയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഈ 2 മത്സരങ്ങളും വിജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്കും 4 പോയിന്റോട് കൂടിയിട്ട് കയറാൻ പറ്റും. അതെ, ജയിക്കണം. അതെ അതെ, അതിനുള്ള ഒരു വെല്ലുവിളികളാണ് ഇപ്പൊ ഇനിയും. സൂര്യകുമാർ യാദവിനെ പോലുള്ള ഒരു ക്യാപ്റ്റൻ ആ അർത്ഥത്തില് അഭിഷേകിനെയാണോ തിലകിനെയാണോ പുറത്താക്കേണ്ടതെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ടീം മാനേജ്മെന്റിൽ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്. അതായത് വ്യക്തികളെയാണ് നോക്കുന്നത്. തിലകിനെ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലക് എന്താണ് ചെയ്തതെന്നുള്ള അഭിഷേകിനോട് അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിനോട് ചോദിക്കാൻ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ അവരുണ്ടായില്ല എന്നുള്ള വേറൊരു കാര്യം. എന്താണ് തിലക് അല്ല, അത് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നോക്ക് 118 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരം അതായത് ഈ ഫോർമാറ്റിൽ എങ്ങനെ അതും 1 ഡൗണിൽ കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കളിക്കുന്നതിന്റെ ഒരു പ്രശ്നം വലിയ രീതിയിൽ ഒരു വലിയ തിലക് വർമ്മയുടെ ഫോം നമുക്ക് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന താരാണെന്ന് വേണം പറയാം. പരിക്കിന് മുമ്പ് കളിച്ചിരുന്നു കൂടെ പറയാൻ വേണ്ടി വരും. പക്ഷെ ഇത് ഒരു ഏതെങ്കിലും പരമ്പര വില മറ്റേതായിട്ടുള്ള ലോകകപ്പ് വേദിയാണ്. ചരിത്രം വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഒറ്റ മത്സരം നോക്കൗട്ട് മത്സരം കഴിഞ്ഞ മാസം നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ ചർച്ചയെ വരുന്നില്ലല്ലോ. ഇപ്പം അല്ല, ഇതില് എനിക്ക് തോന്നുന്നത് ഒരല്പം ഓവർ കോൺഫിഡൻസ് ടീമിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഇടം കയ്യന്മാരാണെങ്കിലും പ്രശ്നമില്ല, അതെ പ്രശ്നമില്ല, നമ്മളെ എല്ലാ ടീമുകളായിട്ട് ജയിക്കും എന്നുള്ളത്. പക്ഷെ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു തോൽവി, ഏറ്റുവാങ്ങിയ തോൽവി ഒരു വലിയ പാഠമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് ടീം കോമ്പിനേഷനിൽ കാര്യമായി മാറ്റം വരുത്തണം. അല്ലെങ്കിൽ ഇനിയിപ്പോ സഞ്ജുവിനെ ഇറക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ടെങ്കിൽ എന്താ പറയാ, സൂര്യകുമാർ യാദവ് ഓപ്പൺ ചെയ്യട്ടെ എന്ന് വരെ നമുക്ക് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് 1 ഡൗൺ കളിക്കട്ടെ, അതുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നമുക്ക് ഇനിയുള്ള 2 മത്സരങ്ങൾ നിർണായകമാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം.